വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ മോളിക്കുലാർ ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ന്യൂക്ലിയോടൈഡ് ഈസ് ഇൻകറക്റ്റ്? ന്യൂക്ലിയോടൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ? ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ദേ ആർ എനർജി റിച്ച് മോളിക്യൂൾ. ഓക്കെ, ദേ ആർ എനർജി റിച്ച് മോളിക്യൂൾ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. They serves as a monomeric unit of nucleotides. Sorry, nucleic acids. Okay, nucleic acids എന്ന് പറയുന്നത് കുറേ ന്യൂക്ലിയോടൈഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ഇതും കറക്റ്റ് ആണ്. They are universally present in living cells. എല്ലാ ലിവിങ് സെൽസിലും ഈ ഒരു ന്യൂക്ലിയോടൈഡ്സ് പ്രസന്റ് ആണ്. Then last one, they functions as non-enzymatic molecule. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കാരണം എന്താണ്? റൈബോസൈംസ് എന്ന് പറയുന്ന ഒരു RNA മോളിക്യൂൾ ആണ്. അതൊരു ന്യൂക്ലിയോടൈഡ് റിച്ച് ആയിട്ടുള്ളതാണ്. ഈ ഒരു റൈബോസൈം എന്ന് പറയുന്നത് ചില ഒരു എൻസൈം ആണ്. അത് ചില ആക്ടിവിറ്റീസിനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. Then second question, which feature is critical for recognition of introns in pre-tRNA molecule? നമ്മൾ tRNA splicing എന്നുള്ള ഒരു ടേം പഠിച്ചിട്ടുണ്ട്. ആ ഒരു tRNA സ്പ്ലൈസിംഗിൽ ഇൻട്രോൺസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ക്യാരക്ടറിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോളിക്യൂൾ ഏതാണ്? GUAG consensus sequence, branch point adenine, bulge helix bulge motif, shine dalgano sequence. എന്ന് പറയുന്നത് bulge helix bulge motif ആണ്. പ്രീ tRNA യിൽ ഇൻട്രോൺസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഫർദർ സ്പ്ലൈസിങ്ങിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത്. Third one, which pair of protein is primarily responsible for damage recognition and scanning of DNA during prokaryotic nucleotide excision repair? അപ്പോൾ എല്ലാ ഈ ഒരു DNA റിപ്പയർ മെക്കാനിസം ഒരൊറ്റ സിംഗിൾ ക്ലാസ്സിലായിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിലായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അതിൽ ആൻസർ വരുന്നത് ഏതാണെന്ന് നോക്കാം. UVRB, UVRC, UVRC, UVRA, UVRD, UVRA, UVRA and UVRB. ആൻസർ വരുന്നത് UVRA and UVRB. അതിൽ UVRA ആണ് ആ ഒരു റെക്കഗ്നേഷൻ കണ്ടുപിടിച്ച് അവിടെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റെക്കഗ്നേഷൻ നടത്തി കഴിഞ്ഞാൽ UVRA അവിടെ നിന്ന് ഫെർദർ റിലീസ് ആയിട്ട് പിന്നീടാണ് UVB, UVCAയും D ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നത്, അസംബിൾ ചെയ്യുന്നത്. ഓക്കെ. Next question, which of the following is a characteristic features of an open reading frame? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് characteristic features എന്നാണ് ചോദിച്ചിട്ടുള്ളത്. It's a non-overlapping. It consists of triplet codon. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? It is a continuous stretch of coding sequence. It contain introns. ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ സി ആണ്. കാരണം ഈ ഒരു ORF എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് കോഡോണിൽ എൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റോപ്പ് കോഡോണിൽ എൻഡ് ചെയ്യുന്ന അതിന്റെ സ്റ്റാർട്ടിന്റെയും സ്റ്റോപ്പിന്റെയും ഇടയിലുള്ള ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെച്ച് ഓഫ് കോഡിംഗ് സീക്വൻസിനെയാണ് ORF എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനാണെങ്കിൽ സി ചൂസ് ചെയ്യാം. അല്ലാത്ത കേസിൽ ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ. The next, which sequence in eukaryotic promoter is commonly located about 25 to 30 bases upstream of the transcription start site? അപ്പോൾ ഈ ഒരു പ്രൊമോട്ടറിന്റെ ഒക്കെ സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം ആയിട്ടുള്ള എലമെന്റ്സും പഠിക്കണം. അപ്പൊ അതിൽ ഏതാണ് വരിക? ഷൈൻ ഡാൽഗാനോ സീക്വൻസ്. അത് പ്രൊകാരിയോട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. Then ടാറ്റ ബോക്സ് രണ്ടിലും പ്രസന്റ് ആണ്. പ്രിപ്നോ ബോക്സ്, കൊസാക്ക് സീക്വൻസ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ടാറ്റ ബോക്സ് ആണ് 25 to 30 bases അപ്സ്ട്രീം ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. The next ഒരു assertion reason question ആണ്. Histone acylation generally promotes transcriptional activation. Reason എന്ന് പറയുന്നത് നോക്കിയേ, acetylation neutralizes the positive charge on the histone tail, reducing histone DNA interaction. നമ്മൾ ഒരു ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഒക്കെ പഠിച്ച അല്ലെങ്കിൽ ഹെട്രാക്രോമാറ്റൈസേഷൻ ഒക്കെ പഠിക്കുന്ന ഒരു ടേം ആണ് ഹിസ്റ്റോൺ അസറ്റൈലേഷൻ എന്ന് പറയുന്നത്. ഒരു ഹിസ്റ്റോൺ അസറ്റൈലേഷൻ ആക്ച്വലി ഒരു റിലീഫ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേഷനെ പ്രൊമോട്ട് ചെയ്യിക്കുക, ഹിസ്റ്റോണിന്റെ ആ ഒരു ലൂസ് കണക്ഷൻ ആക്കുക എന്ന് പറയുന്ന പ്രോസസ് ആണ്. സോ അവിടെ അസറ്റൈലേഷൻ എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ആൻസർ വരിക ഇതാണ്. ബോത്ത് A and R are true and R is the correct explanation of A. Okay.
Next, in the lac-operon, which molecule acts as the inducer? Lac-operonൽ ഒരു ഇൻഡ്യൂസിബിൾ ആയിട്ടുള്ള ഓപ്പറോൺ ആണ്. അപ്പം അതേപോലെ ബാക്കിയുള്ള ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ, അരാബിഡോസ് ഓപ്പറോൺ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഗ്ലൂക്കോസ്, ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ്, സൈക്ലിക് AMP റെപ്രസർ പ്രോട്ടീൻ. ആൻസർ എന്ന് പറയുന്നത് അല്ലോ ലാക്ടോസ് അല്ലെങ്കിൽ ലാക്ടോസ് ആണ്. Then next, which site on the ribosome holds the growing polypeptide chain? A site, P site, E site, R site. അപ്പോൾ അതിൽ A site എന്ന് പറയുന്നത് ആദ്യം വരുന്ന ആ ഒരു ചാർജ്ഡ് അമിനോ അസൈൽ TRനെ വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ആണ് അല്ലേ. Then P സൈറ്റിലോട്ടാണ് ബാക്കി വരുന്ന ഫെർദർ ആ ഒരു ഗ്രോയിങ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ P സൈറ്റ് ആണ്. The next, match the following ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ നോക്കി, H3K9 methylation ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഹിസ്റ്റോൺ അസറ്റൈലേഷൻ എന്ന് പറയുന്നത് ജീൻ ആക്ടിവേഷൻ ആണ് അല്ലേ. അപ്പൊ ഇവിടെ ജീൻ ആക്ടിവേഷൻ ആണ്, ബി എന്ന് പറയുന്നത് ജീൻ ആക്ടിവേഷൻ ആണ് വരിക. ദെൻ H3K9 മീഥൈലേഷൻ എന്ന് പറയുന്നത് എന്താ മീഥൈലേഷൻ ആണ്, അവിടെ ഹെറ്ററോക്രോമാറ്റിൻ ഫോർമേഷൻ ആണ്, ഫെർദർ ആയിട്ടുള്ള ഒരു എന്താ കണ്ടൻസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഹെറ്ററോക്രോമാറ്റിൻ ഫോർമേഷൻ ആണ് വരിക. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ആൻസർ ആയിട്ട് വരുന്നത് H3K9 മീഥൈലേഷൻ എന്ന് പറയുന്നത് ഹെറ്ററോക്രോമാറ്റിൻ ഫോർമേഷൻ, ഹിസ്റ്റോൺ അസറ്റൈലേഷൻ ജീൻ ആക്ടിവേഷനും H3K27 മീഥൈലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ റിപ്രഷൻ ആണ്. മീഥൈലേഷൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഹിസ്റ്റോൺ ഫോസ്ഫോറൈലേഷൻ DNA ഡാമേജ് റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. The next, which of the following cannot be used for the separation of nucleic acid? Okay, Northern blotting എന്ന് പറയുന്നത് RNA ആണ് അല്ലേ. RNA separation ആണ്, അത് ന്യൂക്ലിക് ആസിഡ് ആണ്. പേജ് പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് നമുക്ക് DNA യുടെ ഒക്കെ എന്താ സെപ്പറേഷൻ യൂസ് ചെയ്യാം. SDS പേജ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എന്താ പ്രോട്ടീൻസിന്റെ ആ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. D എന്ന് പറയുന്നത് നൺ ഓഫ് ദി മെൻഷൻഡ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? SDS പേജ് ആണ് വരിക. The next, which of the following processes least directly influenced by modifications of histone tails? അതായത് ഹിസ്റ്റോൺ മോഡിഫിക്കേഷനുമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത പ്രോസസ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ്? ന്യൂക്ലിയോസോം സ്ലൈഡിങ്, ക്രോമാറ്റിൻ റീമോഡലിംഗ്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ, ഫോർമേഷൻ ഓഫ് റിപ്രസീവ് ക്രോമാറ്റിൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂക്ലിയോസോം സ്ലൈഡിംഗ് ആണ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്തിട്ടില്ലാത്തത് അത് ആക്ച്വലി ഈ ഒരു ക്രോമാറ്റിൻ റീമോഡലിംഗ് കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അവിടെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് വരുന്നില്ല. ഓക്കെ. The next, which enzyme directly reverses UV-induced thymine dimer in some organism? DNA repair mechanism ആയിട്ടാണ്. അതിൽ ഫോട്ടോ റിയാക്ടിവേഷൻ ആ ഒരു ഡയറക്റ്റ് DNA റിപ്പയർ മെക്കാനിസം ആണ്. UV-induced ആയിട്ടുള്ള ഡയറക്റ്റ് DNA മെക്കാനിസത്തിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? DNA ligase, ഫോട്ടോലയേസസ്, ഹെലിക്കേസ്, എൻഡോന്യൂക്ലിയേസ്. ഇവിടെ ആൻസർ വരുന്നത് ഫോട്ടോലയേസ് ആണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോലയേസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഫെർദർ ആ ഒരു എന്താ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം ഒക്കെ നടക്കുന്നത്. ഓക്കെ. Then 13th question, which of the following part of the tRNA യുടെ ആ ഒരു global model structure വളരെ important ആണ്. tRNA determines the specificity of amino acids ന്റെ attachment. amino acid attachment ന്റെ specificity ആയിട്ട് relate ചെയ്തിട്ടുള്ള tRNA-യിലുള്ള പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് വരിക? acceptor stem, D loop, then T loop, then variable loop. അപ്പൊ ആൻസർ വരുന്നത് acceptor stem ആണ്. ഓക്കെ, acceptor stem ആണ്. ഈ ഒരു T loop എന്നൊക്കെ പറയുന്നത് എന്താ ഒരു റൈബോസോം അസംബ്ലി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. The next, pyrosequencing detects DNA synthesis by measuring. Pyrosequencing detects DNA synthesis by measuring light emitted from nucleotide incorporation, radioactive decay, DNA melting temperature, gel electrophoresis band. Answer ഏതാണ് വരിക? ലൈറ്റ്, ന്യൂക്ലിയോടൈഡ് ഇൻകോർപ്പറേഷനിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പൈറോസീക്വൻസിംഗിൽ DNA സിന്തസിസിന്റെ ആ ഒരു എന്താ ഒരു മെഷർമെന്റ് നടക്കുന്നത്.
The next question. So ഈ ഒരു മോളിക്കുലർ ബയോളജിയും സെൽ ബയോളജിയും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ടെക്സ്റ്റ്സ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു ലിങ്ക് ഞാൻ ടാഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. കൂടാതെ മറ്റു പ്രൊഡക്റ്റുകളും ഞാൻ ജസ്റ്റ് ആ ഒരു എന്താ ഇതിലൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് കുറച്ച് ചെറിയൊരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. The next, the T loop of tRNA is important for. T loopനാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ച് T-C എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നോക്കാം, കോഡൺ റെക്കഗ്നിഷൻ, ബൈൻഡിങ് ഓഫ് റൈബോസോം, അമിനോ ആസിഡ് അറ്റാച്ച്മെന്റ്, സ്പ്ലൈസിംഗ് ഓഫ് ഇൻട്രോൺസ്. ഇപ്പൊ ആൻസർ ഏതാണ്? ബൈൻഡിങ് ഓഫ് റൈബോസോംസ് ആണ് T ലൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. The next question, a holiday junction is best described as. Holiday junction എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്രോസ് ഓവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആ ഒരു ക്രോസ് ഓവറുമായിട്ട് ആ ഒരു ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ എന്താ ഹോളിഡേ ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ക്രോസ് ഓവർ ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഹോളിഡേ ജംഗ്ഷൻ ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? DNA replication fork intermediate, a four-stranded DNA crossover structure, a RNA DNA hybrid, a protein DNA complex only. Okay. ഒരു 4 സ്ട്രാൻഡ് ഉള്ള DNA ക്രോസ് ഓവർ സ്ട്രക്ചർ ആണ്. ക്രോസ് ഓവറിന് മുന്നേ ഫോം ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഹോളിഡേ ജംഗ്ഷൻ. The next, separation of sister chromatids begins when kinetochore detach permanently, cohesine proteins are cleaved, DNA is replicated again, nuclear envelope reforms. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ബ്രേക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊഹോസിന്റെ ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ ക്ലീവേജ് എന്താ വഴിയാണ്. ഓക്കെ. The next, which base modification allows flexible pairing in the Weibull position? നമ്മൾ Weibull hypothesis ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ബേസ് മോഡിഫിക്കേഷൻ ആണ് Weibull പൊസിഷനിലുള്ള ഫ്ലെക്സിബിൾ പെയറിങ്ങിന് അലൗ ചെയ്യിക്കുന്നത്? മീഥൈൽ സൈറ്റോസിൻ, ഇനോസിൻ, തൈമിൻ, അഡെനിൻ. ആൻസർ എന്ന് പറയുന്നത് ഇനോസിൻ ആണ്. ഓക്കെ, ഇനോസിൻ ആണ് Weibull ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ Weibull പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. The next, in Sanger sequencing, incorporation of ddNTPs leads to termination because they lack. ddNTPs termination കാരണം ആകുന്നത് ആ ഒരു ddNPയിൽ എന്തില്ലാത്തത് കൊണ്ടാണ്? നൈട്രോജനീസ് ബേസ്, 3' OH ഗ്രൂപ്പ്, 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഹൈഡ്രജൻ ബോൺസ്. അപ്പോൾ ആൻസർ ഏതാണ്? 3' OH ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. സാങ്കർ സീക്വൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. The next, last question ആണ്, the role of buffer in electrophoresis is to stain DNA, provide ions for current flow and maintain pH, break DNA strand, increase mutation. നമുക്കറിയാം ബഫർ ആൻഡ് pH എന്നാണ് മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ബഫർ എന്ന് പറയുന്നത് ആക്ച്വലി pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു അയോൺ ഒരു കറന്റ് ഫ്ലോ പ്രൊവൈഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയാണ് മോളിക്കുലർ ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് ഇതിന്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ ഫർദർ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ അവർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.